ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപകുമാർ ടി വിയാണ്. സെയിൽസ് ട്രെയിനിങ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയ വഴി ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾക്ക് മലയാളത്തിൽ, കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെയിൽസ് റവന്യൂ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് സോഷ്യൽ മീഡിയ. ഇവിടെ സംരംഭകരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ സെയിൽസിൽ എൻ്റർ ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ വളരെ നല്ല സ്ട്രാറ്റജിക്കലായിട്ട് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് വേറെ ഒരു എക്സ്ട്രാ ലെവലിലേക്ക് എത്തും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ICP. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് എൻക്വയറി ആയിട്ട് വരും. അത് എല്ലാ ആൾക്കാരും കസ്റ്റമർ ആവണം നിർബന്ധമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കാണുക. കാരണം നമ്മൾ വിചാരിക്കും എല്ലാ ആൾക്കാരും നമ്മൾ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ കസ്റ്റമർ. ചില ആൾക്കാർ ചിലപ്പം ഉടനെ ബൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ വളരെ കാലം കഴിഞ്ഞിട്ട് ബൈ, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി ഇതിനെക്കുറിച്ച് അറിയണം താല്പര്യപ്പെട്ട് വിളിക്കുന്ന ആൾക്കാരായിരിക്കും. സോ യു ഷുഡ് കൺസിഡർ ICP. എന്താണ് ICP? ഐഡിയൽ കസ്റ്റമർ പെർസോണ എന്ന് പറയും. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു ഐഡിയൽ കസ്റ്റമറുടെ വ്യക്തമായിട്ടുള്ള ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ചിത്രവും ഈ കസ്റ്റമറായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുക, എത്രമാത്രം റിസംബ്ലൻസ് വരുത്തുന്നു. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ, ഞാനിപ്പോൾ സെൽ ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കാം. ഇൻഷുറൻസ് ആണെങ്കിൽ ഒരാൾ പെട്ടെന്ന് എൻക്വയറി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലായി അദ്ദേഹം വിളിച്ചിരിക്കുന്ന ഒരാൾ ഒരു ജസ്റ്റ് മാരീഡ് ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആക്ച്വലി അത്യാവശ്യം ഒരു 50+ എബോവ് സാലറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് കോളിലൂടെ മനസ്സിലായെങ്കിൽ ദെൻ യു ക്യാൻ ടെൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് പെട്ടെന്ന് പിച്ച് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്ലാനിങ്ങോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. മറിച്ച് ആക്ച്വലി ഒരു സ്റ്റുഡൻ്റ് ആണ് കോൾ ചെയ്യുന്നത്, പക്ഷേ ആ സ്റ്റുഡൻറ്റിന് ആക്ച്വലി പ്രത്യേകിച്ച് ഇപ്പോൾ കറൻ്റ് ഒരു ഇൻകം ഒന്നുമില്ല, ആക്ച്വലി സാമ്പത്തിക സ്ഥിതിയും കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹീ മേ ആസ്ക് ഫോർ എ നോളജ്. ഇത്തരത്തിലുള്ള നോളജിന് വേണ്ടി ചെറിയ ചോദിക്കുന്നുണ്ടാവുക, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫുൾ എനർജി നിങ്ങൾ തീർച്ചയായിട്ടും നോൺ ICPയിലേക്ക് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ ഫുൾ എനർജി ICPയിലേക്ക് മാത്രം കൊടുക്കുക. കാരണം നമ്മളൊരു മനുഷ്യന് നമ്മൾ 8 അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മളുടെ എനർജി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരിലേക്ക് മാത്രമാണ്. എന്നാൽ മാത്രമേ ആ കുറഞ്ഞ നമുക്ക് ആക്ച്വലി ആ ഫോക്കസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫോക്കസ് ഓൺ ICP, ദാറ്റ് ഈസ് നമ്പർ 1. രണ്ടാമത്തെ കേസ് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ നീഡ്. കസ്റ്റമറിൻ്റെ നീഡ് വളരെയധികം മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ICPനെ മനസ്സിലാക്കണം. ICP മനസ്സിലാക്കിയിട്ട് കസ്റ്റമർ എന്തിനാണ് നിങ്ങളെ കോൾ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ വഴി സെല് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല രീതിയിൽ എൻക്വയറി ചെയ്യും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലുള്ള നീഡ്സ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിച്ച ഉടനെ ഞാൻ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, എൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചാടിക്ക് നിങ്ങൾ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകരുത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദർ നീഡ്. ബിക്കോസ് നീഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു സൊല്യൂഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സൊല്യൂഷൻ അവിടെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ കസ്റ്റമർ പൈസ നിങ്ങളോട് എത്രയാണ് അതിന് ഞാൻ പേ ചെയ്യണമെന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വഴി ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്നതൊക്കെ ഒരു സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ടെലിഫോണിക് വഴി ക്ലോസ് ചെയ്യുന്നതാണ്. ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് അല്ല. ഇ-കൊമേഴ്സ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുന്നില്ല, നമ്മളും സെയിൽസ്മാനും കസ്റ്റമർ സംസാരിക്കുന്നില്ല, അയാൾ വെബ്സൈറ്റിൽ കണ്ടിട്ട് കാര്യങ്ങൾ വാങ്ങുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റിലവൻ്റ് അല്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് വെൻ യു ടോക്ക് ടു കസ്റ്റമർ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബി വെരി ക്വിക്ക് ആൻഡ് അഗ്രസീവ്. എന്താണ് ബി വെരി ക്വിക്ക് ആൻഡ് അഗ്രസീവ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, കസ്റ്റമർ നമ്മളെപ്പോലെ തന്നെ ഒരു നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെ ഒരുപാട് സമയങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മറക്കാനും ഞാനിങ്ങനെ ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കാനും കൂടി ചിലപ്പോൾ കസ്റ്റമർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ അവരെ ക്യാപ്ചർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ക്വിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരാളെ എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ 1 hour യു ഷുഡ് കോൺടാക്ട് ദം. ബിക്കോസ് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ നിങ്ങളെ ഓർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിരിക്കണം. അതേപോലെ തന്നെ ഫോളോ അപ്സും വളരെ ക്വിക്കായിരിക്കണം, ഡെമോൺസ്ട്രേഷനും വളരെ ക്വിക്കായിരിക്കണം. ബി ക്വിക്ക് ആൻഡ് അഗ്രസീവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇന്നൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ നിങ്ങൾ ഓർത്തൊന്നും കൂടി വരില്ല. ഇത് ആക്ച്വലി പ്രാക്ടിക്കലായിട്ടുള്ളൊരു അനുഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് വളരെയധികം മനസ്സിലാക്കേണ്ടത്. അത് 4ാമത്തെ കാര്യം ഞാൻ പറയട്ടെ, സോഷ്യൽ പ്രൂഫ്. എന്താണ് സോഷ്യൽ പ്രൂഫുകൾ നിങ്ങൾ കാണിക്കാം. കാരണം നമുക്കറിയാം, നമ്മൾ ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, കസ്റ്റമർ എങ്ങാണ്ട് ഒരാൾ ദൂരത്താണ് ഇരിക്കുന്നുണ്ടാവും, നമ്മൾ തൊട്ടടുത്തോ ഷോപ്പുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഒരു സാധനം റിയൽ ആണോ ഫേക്ക് ആണോ അല്ല നിങ്ങൾ
പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ വളരെ ചിലപ്പോൾ അവർ വിശ്വസിച്ചെന്ന് പറ്റില്ല അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ സംഭവമാണ്. കാരണം പല സമയങ്ങളിലും പല ചീറ്റിങ്ങുകളൊക്കെ ചില പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ പ്രൂഫുകൾ കാണിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ പ്രൂഫുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ ആൾക്കാരുടെ റിസൾട്ട്സ് എന്താണ്, ഇത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ പ്രൂഫ് കൊളാറ്ററൽസ് വളരെ വളരെ അധികം ഉണ്ടാവണം. ഈ സോഷ്യൽ പ്രൂഫ് കൊളാറ്ററൽസ് നിങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർക്ക് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കരുത്. ബി പ്രൊആക്റ്റീവ് ആൻഡ് സോഷ്യൽ പ്രൂഫ്. അതിനുശേഷമുള്ള ലാസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്, യൂസ് കൺവീനിയൻറ്റ് പ്ലാറ്റ്ഫോം ടു ഫോളോ അപ്പ്. മിക്ക ആൾക്കാർക്കും കോളിൽ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കസ്റ്റമർക്ക് എന്താണോ, ഏത് പ്ലാറ്റ്ഫോമാണോ താല്പര്യം, വാട്സപ്പ് മെസ്സേജിങ് ആണെങ്കിൽ വാട്സപ്പ് മെസ്സേജ്, കോൾ ആണെങ്കിൽ കോൾ, ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, അവരുടെ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ജസ്റ്റ് ടോക്ക് വിത്ത് ദ കംഫർട്ട് സോൺ. വൈ? ബിക്കോസ് നിങ്ങളുടെ കംഫർട്ട് സോണിലല്ല, അവരുടെ കംഫർട്ട് സോണിൽ. കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും, കൂടുതൽ നിങ്ങളോട് ഓപ്പൺ ആവുകയും ചെയ്യുന്നത് അവരുടെ കംഫർട്ട് സോണിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഫോളോ അപ്പ് പ്ലാറ്റ്ഫോംസുകൾ അവരുടെ കംഫർട്ട് സോൺ ഏതാണോ അതിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട്, ഇത് ആക്ച്വലി സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അല്ല, ഇതൊരു ഓവറോൾ ഹോളിസ്റ്റിക് കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെയിൽസ് പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൻപിച്ച റിസൾട്ടുകൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഷെയർ ചെയ്യുക. ഈ കാണുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളൊരു സെയിൽസ്മാനോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ബിസിനസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ സെയിൽസ് ടിപ്സ് ആൻഡ് ടെക്നിക്സും അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനാണ് ആ ഒരു ചാനൽ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും അതിലേക്ക് സ്വാഗതം. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.